വെങ്കടേശ, എന്തോന്നാണ് ഈ കാണിക്കുന്നത്? അണ്ണാച്ചി, அண்ணாச்சி இன்னைக்கு கண்டிப்பா வரும் அம்மா கிட்ட பறஞ்சது அதுபோல கரெக்டா வந்தாச்சு. അയ്യോ, എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? அது வந்து கொய்த்தல அளவுக்கு முடிஞ்சாச்சு. ஆனா நம்ம கண்டத்துல தண்ணி ரொம்ப கம்மி. தென்னை மரத்துல வர மாட்டாச்சு. நம்ம பூவம் கோயில அந்த தலையில சோப்பு பூ இருக்கிற அதுல குறுக்கம் பிடிச்சாச்சு. ரொம்ப கஷ்டம். நம்ம தோட்டுங்கிற பாஸ்கரன் பஸ் நம்ம கண்டத்துல வந்தாச்சு. நான் பசுவை தள்ளி பாஸ்கரன் என்ன தள்ள வந்தது நான் ஒரு கழிஞ்சு. நம்ம அதிகாரி மகள கல்யாணம் ரொம்ப கேமமாச்சு. நான் தான் போய் காய்கறி நுறுக்கி கொடுத்தேன். ஆனா அந்த பையன் ഒറ്റ അടിക്കുന്ന വിശേഷങ്ങൾ പറഞ്ഞാൽ നീ ശ്വാസം മുട്ടി ചത്തുപോകില്ലേ? ഇല്ല അണ്ണാജി, എന്നാ എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ വരുമ്പോ നീ എന്ത് ചെയ്യായിരുന്നു? പോയാ പണി തീർക്ക്. വിശേഷങ്ങൾ പറയാൻ നീ സമയമുണ്ടല്ലോ. ஆனால் இந்த பையன் சரி அண்ணாச்சி, இந்தாங்க சாதிங்க. ചോദിക്കാൻ പോയതാ ഇപ്പൊ അബദ്ധായ. മോളെ, എന്താച്ചാ എത്രയും വൈകിയേ? സ്കൂൾ കാര്യം ശരിയായോ? എല്ലാ വാതിലുകളും ശക്തിയായി തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യില. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? നീ എന്താ പറഞ്ഞത്? ഇന്ന് ഉറപ്പായിട്ട് എത്തും ഞാൻ പറഞ്ഞില്ലേ? ഞാനാ അത് പറഞ്ഞു. ഞാനാ പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. വെങ്കടേശൻ ഇത് തന്നെ പറഞ്ഞു. ഈ ഒരു വാചകം എല്ലാരും കാണാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊരു ചായ ആരായിരുന്നത്? ചായ എപ്പോ എടുത്തിട്ട് വരാം. എന്താ അത്? പൂതപ്പാട്ട് എവിടെ? പൂതപ്പാട്ടോ? ഈശ്വര, ഇത്തവണയും മറന്നോ? ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. മോളെ, NBS-ലും DC-ലും കറണ്ടിലും ഒക്കെ അന്വേഷിച്ചു. ഒരിടത്തും കിട്ടാനില്ല. ഭയങ്കര ഡിമാൻഡാ പുസ്തകത്തിന്. നുണ പറയണ്ടച്ചാ. നുണയല്ല. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ മറ്റുള്ളവരുടെ കവിത? മോള് തന്നെ ഒന്നാം തരയുടെ കവിത എഴുതുമല്ലോ. എനിക്ക് കേക്കണ്ട. ഞാൻ മറന്നുപോയതാ മോളെ, സോറി. അയ്യോ, இவத்தகளை கொண்டு வழி நடக்க முடியாதாய். கொல்லுன போ தொடരുത്. വെങ്കടേശ, തന്നോട് പറഞ്ഞ എന്റെ പ്രാവുകളെ തുടരുതെന്ന്. കാലാകെ അസിംഗമാച്ചമ്മ. അതുകൊണ്ട് இதுக்கு தூர போய் வெஞ்சൂടെ? അടിച്ചാ തന്റെ തലമണ്ട ഞാനും അടിച്ചു പൊട്ടിക്കും. എന്തല്ലയാ? എന്താ വെങ്കടേശ? கேட்டாச்சு, இந்த கொலாயும் அடுக்களி இந்த முற்றும் பூரா அசிங்கமா இருக்குது. நான் இந்த புறாக்களை தொட்ட என் தலை அடிச்சடிச்சிருன்னு சொல்றது. ഇവൾ അത്രയ്ക്കായോ? ആയി. എന്റെ പ്രാവുകളെ ആര് തൊട്ടാലും തൊട്ട ആളിന്റെ കൈ തല്ലി ഒടിക്കും ഞാൻ. അണ്ണാച്ചി, ഇவ்வளவு തീവ്ര? വെങ്കടേശ, നീ അകത്ത് പോയി ഒരു പിച്ചാത്തി എടുത്തോണ്ട് വാ. നമുക്ക് രണ്ടും നീളത്തിനങ്ങ് തട്ടാം. ആമയല്ല, മുയല്. കത്തി എടുത്തിട്ട് വാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നടി നീ ഒരു മണ്ടിയ. അല്ലല്ല വെങ്കടേശ, ഈ പ്രാവിനെല്ലാം ഇങ്ങോട്ട് പിടിച്ച് കഴുത്തങ്ങോട്ട് പിരിച്ച് പപ്പ് പൂടൊക്കെ പറിച്ച് കളഞ്ഞ് പലയോട്ട് അങ്ങോട്ട് വെച്ച് കിറ്റിക്കിറ്റാങ്ങോട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും മസാലയും മസാലയെല്ലാം പോട്ട് ரொம்ப പ്രമാണം. അല്ല, ഇത് തിളച്ച എണ്ണക്കകത്തോട്ട് അങ്ങോട്ട് ബ്ലിങ്ങിട്ട് ഇളക്കിയ. ഒന്ന് നിർത്തച്ചാ. ഈ പാവം പ്രാവുകളെ പറ്റി എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? അയ്യോ മോളെ, പ്രാവർത്തിക്ക് നല്ല രുചിയാ. പ്രാവർത്തി ഞങ്ങൾക്കും വേണം. വാ എല്ലാവർക്കും ഇറച്ചി തരാം. ദേ അച്ഛാ, ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ചീട്ടുകളിയൊന്നും വേണ്ട കേട്ടോ. അതെന്താ, ഈ ഏരിയ ചീട്ടുകളി നിരോധന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന് പാടത്ത് പോണം, ബ്ലോക്ക് ഓഫീസിൽ പോണം. ഒരു 100 കൂട്ടം ജോലികളുണ്ട്. അത് അച്ഛനല്ലേ തീരുമാനിക്കേണ്ടത്, നീയാണോ? ഒരു പെണ്ണെ കിടന്ന് പ്രസംഗിക്കാതെ കുറച്ച് അരി കൂടുതലുള്ളൂ. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞങ്ങൾ 3-4 പേര് കാണും. കുടിക്കാൻ വെള്ളം പോലും തരില്ല. ഞാൻ തരാം, നിങ്ങൾ പോയി കളിച്ചോ. കാണാം. നിനക്ക് വേറെ ജോലിയില്ലേ? ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കോന്തന്റെ കൂടെ കെട്ടിച്ചയക്കണം. അല്ല വൈദ്യരെ, താൻ എന്നു മുതൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? മനസ്സിലായില്ല. അല്ല, താൻ ചികിത്സിച്ച ഏതോ രോഗിയുടെ ബന്ധുക്കൾ തന്നെ പൊതുരെ തല്ലിന്ന് കേട്ടു. ആരാത് പറഞ്ഞത്?
ഒന്ന് കേറിയില്ല അതിനു മുമ്പ് ന്യൂസ് പിടി തുടങ്ങി. എന്നെ ഒരിക്കലും തല്ലിയിട്ടില്ല. തല്ലി തല്ലി താനിങ്ങനെ വായി പൊളിച്ചിരിക്കാതെ ഒന്ന് പോയി കുളിച്ചേച്ച് പാടും. ഇയാള് പോയതിന് ശേഷം ചീട്ടുകളി നടന്നിട്ടില്ല. കൈ ചൊറിയുന്നു കളിക്കാൻ. ഞാൻ എന്താ വരുന്നു. വേഗം വരണേ, സായിപ്പ് അമ്പലം വഴങ്ങി ഇപ്പൊ എത്തും.